السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا ذلكنا وآل كل وصحابة أجمعين. മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു അജ്മീറിൽ ജീവിക്കുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും സ്വപ്നത്തിൽ ദർശിക്കാറുണ്ട്. ഉപ്പാപ്പ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കാൻ ഖാജ റളിയല്ലാഹു അൻഹുവിന് സാധിക്കാറുണ്ട്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഖാജ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. നേരത്തെ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചുവെങ്കിൽ അതുപോലെയുള്ള ഒരു നിർദ്ദേശം, ഓ മുഈനുദ്ദീൻ, നിങ്ങൾ എൻ്റെ ഒരു സുന്നത്ത് കർമ്മം മറന്നുപോയിട്ടുണ്ട്, വേഗം അത് നിർവഹിക്കുക. സംഗതി ഖാജ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചത് എന്താണെന്ന് ഖാജ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ബോധ്യം വന്നു. വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. പോയ കാലങ്ങളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യ നിർവഹിക്കാൻ കഴിയാതെ പോയി. അതേക്കുറിച്ച് ചിന്തിക്കാൻ ഒരവസരം ഇല്ലാത്ത കാലം കടന്നുപോയി. ഇപ്പോഴിതാ ആരംഭ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിർദ്ദേശിക്കുന്നു, അംഗീകരിക്കുക തന്നെ നിരസിക്കുകയില്ല, വേഗം തിരുവോര സുന്നത്ത് കർമ്മം നിർവഹിക്കണം. കണ്ട നാൾ ഖാജക്ക് വയസ്സ് 50 കഴിഞ്ഞിട്ടുണ്ട്. സുൽത്താൻ ഇൽത്തുമിശാണ് ഭാരതം ഭരിക്കുന്നത്. ഇടയ്ക്കിടെ ഹാജിയും ശിഷ്യരും ഡൽഹിക്ക് പോകാറുണ്ട്. അവിടെ വിശുദ്ധ വചനങ്ങൾ കാർമ്മികത്വം വഹിക്കുന്ന ഹാജിയുടെ പ്രഥമ ശിഷ്യൻ ഖുതുബുദ്ദീൻ ബക്തിയാർ കഹ്ക്കി ദഹ്ലവി ഉസ്താദിനെ വേണ്ട പോലെ സ്വീകരിക്കും. ആവശ്യമായ കാര്യങ്ങൾ അന്വേഷിക്കും. ശിഷ്യനും അങ്ങനെ തന്നെ. ഇടയ്ക്ക് ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് വരും. ഗുരുവിൽ നിന്ന് നസീഹത്തുകൾ സ്വീകരിക്കും, അറിവുകൾ ചർച്ചയാകും. ഡൽഹി യാത്ര കഴിഞ്ഞ് ഖാജ അജ്മീർ തിരിച്ചെത്തിയ ശേഷം ഒരു നാളിലാണ് മംഗല്യാവശ്യം ഉയർന്നു വന്ന് സ്വപ്നം നടക്കുന്നത്. നീറിപ്പെയ്യുന്ന പ്രശ്നങ്ങളിൽ മുക്തി ലഭിക്കാനുള്ള ആശ്വാസ വചനങ്ങൾ ആഗ്രഹിച്ച് പലരും ഹാജിയെ തേടി ആശ്രമത്തിൽ വരുന്നതിനാൽ ഒരു വേള അജ്മീറിലെ ഗവർണറും ആലിമുമായ സയ്യിദ് വജീഹുദ്ദീൻ മശ്ഹദി ഖാജ സവിധത്തിൽ വരികയാണ്. പ്രശ്നം എന്താണ്? മകളുടെ കാര്യം പറയാനാണ്. സൽസ്വഭാവിയും ഭക്തനുമായ ഒരു പുതുമാരന് ഗവർണർക്ക് മകൾക്ക് ഭർത്താവായി കിട്ടണം. കാര്യം ഒത്തുകൂടി ഇനിയൊത്തൊരു വരന് ലഭിക്കാൻ ഖാജ പ്രാർത്ഥിക്കണം. ഗവർണറുടെ ആഗ്രഹം പോലെ ഹാജിയുടെ പ്രാർത്ഥനാവരികൾ, പിന്നാലെ നിർദ്ദേശം, പ്രിയ വജീഹുദ്ദീൻ വിഷമിക്കേണ്ട, അള്ളാഹു ശരിപ്പെടുത്തും. ഓരോന്നിനും ഓരോരോ സമയമുണ്ട്. അള്ളാഹുവിന്റെ കല്ലാഹു എത്തുമ്പോൾ എല്ലാം ഒത്തുകൂടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സന്മാർഗത്തിലായി ജീവിക്കുന്ന ഒരു മരുമകനെ അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ തിരിച്ചു പോകുക, സന്തോഷിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് പ്രാർത്ഥനാ വജസ്സുകളോടുകൂടി വജീഹുദ്ദീൻ എന്ന മഹാനായ ഗവർണറെ ഖാജ റളിയല്ലാഹു അൻഹു തിരിച്ചു. ഖാജയുടെ ഹൃദയംഗമായ വാക്കുകൾ ശ്രവിച്ച് സയ്യിദ് വജീഹുദ്ദീൻ സന്തോഷത്താൽ തിരികെ പോയി. അന്ന് രാവുറങ്ങിയ മഹാൻ സ്വപ്നം കാണുന്നു. കാര്യം പറയാൻ വന്നിരിക്കുന്നത് ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദന്മാരിൽ പ്രമുഖനായ മഹാൻ. ഏത് കാര്യം? മകളുടെ വിവാഹാലോചന. പ്രിയപ്പെട്ടവരെ, മകളെ ഹാജയ്ക്ക് ഇണയാക്കി കൊടുക്കുക. ആ ഇണത്തോടെ ജീവിതം ഗംഭീരമാകും. സൽഗുണങ്ങൾ നിറഞ്ഞ പൊന്നു മോൾക്ക് ഹാജിയെ അനിഷ്ടമാകില്ല. ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പിന്നെയും തുടർന്നു, ഓ വജീഹുദ്ദീൻ, ഇതെന്റെ അഭിപ്രായമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. ഹാജിയും മകളും തമ്മിലുള്ള കുടുംബജീവിതം മുത്തനബി ഇഷ്ടം വെക്കുന്ന സംഗതിയാണ്. ഇമാമിന്റെ വചനങ്ങൾ കേട്ട് ഗവർണർ എഴുന്നേറ്റ് നേരെ മറ്റൊരു ചിന്തക്ക് പോലും കാത്തു നിൽക്കാതെ കാര്യം മകളിൽ ഉണർത്തി. അവർക്കിഷ്ടം, സന്തോഷം. ഹാജിയുടെ പ്രായാധിക്യം പ്രശ്നമേയില്ല. ആത്മീയതയെ സ്നേഹിച്ചു, സൽസ്വഭാവത്തെ പ്രിയം വെച്ചു. മകളുടെ ഇഷ്ടമറിഞ്ഞ സയ്യിദ് വജീഹുദ്ദീൻ ഹാജിയുടെ സമക്ഷം വന്ന് കാര്യം തുറന്നു പറഞ്ഞു. സ്വപ്നകഥ വിസ്തരിച്ചു. കിനാവുകളിൽ നടക്കേണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജി വിസമ്മതിച്ചില്ല. ഹാജിയും ഗവർണറുടെ മകൾ അസ്മത്ത് ബീവിയും തമ്മിലുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരമുള്ള മഹാനായ ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള
മംഗല്യം നടക്കുകയാണ്. അള്ളാഹു ആ മഹത്തുക്കളുടെ മഹത്തമാർന്ന ജീവിത വിശുദ്ധി കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും അള്ളാഹു നന്നാക്കി തെരുമാറാവട്ടെ.